ബിഗ് ബാങ് തിയറി, ബിഗ് ബാങ് വളരെ ഗ്രഹങ്ങൾ തമ്മിൽ കൊളീഷൻ ഉണ്ടാവും. അവിടെ നിന്ന് കിട്ടിയ കുറെ വളരെ വളരെ അകലെന്ന് കിട്ടിയ കുറച്ച് സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ കുറെ ലവണങ്ങൾ, അയൺ, ഇതൊക്കെ ചേർന്ന ലവണങ്ങളുടെ അംശമുണ്ട്. സംശയമുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് പൃഥ്വിതത്വം. ശരിയല്ലേ ഞാൻ പറയുന്നത്? പൃഥ്വിതത്വം ശരിയല്ലേ? ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ പഞ്ചഭൂതങ്ങൾക്ക് നമ്മളില് ഈ പ്രകൃതി തന്നെ പഞ്ചീകൃതമാണ്. 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ബോഡി 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോ പഞ്ചഭൂതങ്ങളെ എന്തുമായിട്ട് ബന്ധമുണ്ട്? യോഗയായിട്ട് ബന്ധമുണ്ട്, അല്ലേ? അപ്പൊ നമ്മള് കർമ്മ ഇന്ദ്രിയങ്ങൾ പറഞ്ഞു, ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു, പഞ്ചപ്രാണനെ കുറിച്ച് പറഞ്ഞു, പഞ്ചഭൂതത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരെണ്ണമുണ്ട് ബാക്കി. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അതാണ് സത്യം. നമ്മളെ പറഞ്ഞുതരാനും ആരുമില്ല, നമ്മളെ നയിക്കാനും ആരുമില്ല, നമ്മളെ ഗൈഡ് ചെയ്യാനും ആരുമില്ലാത്ത മനസ്സാണ്. എല്ലാ ഫ്രീക്വൻസികളുടെയും മുകളിൽ മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന സാധനം. ഒരു കൂമ്പാരമാണ് മനസ്സെന്ന് പറയുന്നത്, അല്ലെ? അത് ഫിസിക്കൽ എൻറ്റിറ്റി അല്ല, ഇത് ഫ്രീക്വൻസിയാണ്. ഇറ്റ്സ് ഔട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാന്, ഒരു ക്വാണ്ടം ലെവലിലുള്ള സാധനമാണ് എന്ന് പറയാം. മനസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് യോഗയുടെ ഒരു പ്രസക്തി. കാരണം നമ്മൾ വെസ്റ്റേൺ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? മാനസിക വൈകല്യങ്ങളെ കുറിച്ചും ഏറെക്കുറെ സെക്സിനെ കുറിച്ചുമാണ് പറയുന്നത്, അല്ലെ? ഫ്രോയിഡിയൻ പ്രിൻസിപ്പിളൊക്കെ പറയുന്നതാണ് മാനസിക വൈകല്യങ്ങളെ കുറിച്ചാണ് മാത്രം സംസാരിക്കുന്നത്. എന്നാല് മാസ്ലോ എന്ന് പറയുന്നു നമ്മുടെ നീഡിനെ കുറിച്ച് പറയുന്നു, അല്ലെ? MBA ഒക്കെ പഠിച്ചവർക്ക് അറിയാമായിരിക്കും മാസ്ലോ തിയറിയൊക്കെ, ശരിയല്ലേ? നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചും പറയുന്നു. എന്നാലേ ഭാരതീയ ശാസ്ത്രമായ യോഗ എന്ത് പറയുന്നു? മനുഷ്യന്റെ ബോധത്തെക്കുറിച്ച് പറയുന്നു. ഫിസിക്കൽ ബോഡിയെ കുറിച്ച് വക്താര് പറയുന്നു, ബോധത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ അവബോധത്തെക്കുറിച്ച് പറയുന്നു, ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, പ്രജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് പതഞ്ജലി യോഗ സൂത്ര. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പതഞ്ജലി യോഗ സൂത്ര. ഇത്രയും ഒരു നല്ലൊരു കമ്പൈലേഷൻ വേറെ ഇല്ലെന്ന് പറയാം. അങ്ങനെ ഓരോ സ്റ്റാൻസൊക്കെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. അത്രയും വലിയ ബ്രോഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ അതിൽ പറയുന്നു യോഗാനുശാസനം. യോഗ എന്ന് പറയുന്നത് സാഖ്യ തുടങ്ങി ഒരുപാട് ഫിലോസഫിക്കൽ വേരിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് യോഗ. അപ്പൊ സാഖ്യം കഴിഞ്ഞിട്ടാണ് യോഗ തുടങ്ങേണ്ടത്. സാഖ്യ ഫിലോസഫി പഠിച്ച ശേഷം യോഗ തുടങ്ങാം എന്ന് പറയാം. യോഗയ്ക്ക് എപ്പോഴാണ് അനുമതി വരുന്നത്? സാഖ്യം അറിയണം. സാഖ്യം എന്താണ്? പ്രകൃതിയും പുരുഷനും. പുരുഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ അതിനകത്തുള്ള ചിതിശക്തി, നമ്മുടെ അകത്തുള്ള പ്രാണശക്തി, അതിനെയാണ് പുരുഷൻ എന്ന് പറയാം. അപ്പോ സാഖ്യ ഫിലോസഫി ശരിക്കും പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ യോഗ സ്റ്റാർട്ട് ചെയ്യാവൂന്ന് പറയും, കേട്ടോ? ആ യോഗാനുശാസനം. എന്താണ് അനുശാസനം? അനുശാസനം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസിനേ ഉള്ളൂ, അല്ലെ? പ്രമാണങ്ങള്, എങ്ങനെ ചെയ്യണം എന്നുള്ള രീതികള്, അതെങ്ങനെയാണെന്നുള്ള അനാലിസിസ് ഒക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്. രണ്ടാമത് പറയുന്നു യോഗ ചിത്തവൃത്തി നിരോധ. യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തി നിരോധിക്കുക. എന്താണ് ചിത്തം? മനസ്സ്. 4 ഫാക്കൽറ്റീസ് ഉണ്ട് മനസ്സിന് തന്നെ. ഏതൊക്കെയാണ്? മനോബുദ്ധി അഹങ്കാര ചിത്തം, അല്ലെ? മനസ്സും ബുദ്ധി അഹങ്കാരം എല്ലാം ചേർന്ന ഓരോന്നിനും ഓരോ ധർമ്മങ്ങളുണ്ട്. ചിത്തത്തിന്റെ ഭാഗങ്ങളാണ്, മനസ്സിന്റെ ഭാഗങ്ങളാണ്. അപ്പോ ഇതിനെക്കുറിച്ച് പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ആവശ്യം എന്താണ്? ഈ മനസ്സ് ഇത്ര പ്രാധാന്യം വരാനുള്ള കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് മനസ്സിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാര്യം? 2 ദിവസം മുമ്പ് ഒരു ലേഡി കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, കൊറോണ കഴിഞ്ഞിട്ട് അനങ്ങിയിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാക്ഷിതായിരിപ്പുണ്ട്. കാരണം സാക്ഷി എന്തോ സാക്ഷി എന്ന് പറയുമല്ലോ. ദൃക്സാക്ഷിയാണ്. അപ്പോ ഞാൻ പറഞ്ഞതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ യോഗ ചെയ്യാന്ന് ഇരിക്കാൻ പറഞ്ഞു. അയ്യോ സാർ പറ്റില്ല, ഇരുന്നാലും ഞാൻ എണീക്കില്ല, വേറെ ആൾക്കാരെ വേണ്ടി വരും പിടിക്കാനൊക്കെ പറഞ്ഞ. ആരും പിടിക്കുന്നില്ല, താനേ ഇരിക്കും, താനേ. ആ സ്ത്രീ ആദ്യം ഇരുന്നു, രണ്ടാമത് എണീറ്റു. സാർ കൈയൊന്നും പൊങ്ങുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരേതാണ്. ശരിക്കും വേദനയുണ്ട്, പേരുണ്ട്, സത്യമാണ്, പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ 2ാമത്തെ ദിവസം കൈയും പൊങ്ങി, കാലും പൊങ്ങി, എണീറ്റ് കിടന്നു, ഓടുകയും ചെയ്തു. കേട്ടാ, ഒരാളല്ല അത്. ആ തിയറി ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരാളല്ല, അദ്ദേഹത്തിന്റെ അമ്മ. ഭയങ്കര വിഷമിച്ച് വന്ന ഒരാൾ. എത്ര വയസ്സുണ്ട്? 64 വയസ്സുണ്ട്. അപ്പൊ 64 വയസ്സായ ആള്
ഇതേ കണക്കായിരുന്നു. എനിക്കൊന്നും പറ്റത്തില്ല, വേദനയാണ് 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 ബഹളമാണ്. അപ്പൊ എങ്ങനെയാണ് വേദന നമ്മൾ കാണുന്നത്? മനസ്സിലാണ് ആ വേദന ഉണ്ടാകുന്നത് അല്ലേ? അപ്പോ ഹിന്ദിയില് ഒരു ഇതുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളത്. ഹിന്ദി അത്ര നല്ലോണം അറിയുന്ന ആളല്ല, അവിടെ ഞാൻ നോക്കിക്കോട്ടെ. അത് പറയുന്ന നസർക്കോ ബദലോ, എന്താണ് നസർ? നസർ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചപ്പാടിനെ മാറ്റും. അപ്പൊ നിങ്ങളെ കാഴ്ചപ്പാട് മാറ്റുക. വേദന എന്താക്കണം? വേദനയാണ് ഗുരു, ഞാനല്ല ഗുരു. നിങ്ങളുടെ പെയിനാണ്, പെയിൻ ഇസ് ദ ഗുരു. പെയിനാണ് ഗുരു. വേദന എന്താക്കി എടുക്കണം? പെയിനെ എന്തായിട്ട് എടുക്കണം? നിങ്ങളുടെ ഗുരുവായിട്ട് എടുക്കണം. വേദന എന്തായിട്ട് എടുക്കണം? നിങ്ങളുടെ അനുഭവമായിട്ട് എടുക്കണം. വേദന എന്തായിട്ട് എടുക്കണം? വൈരാഗ്യമായിട്ട് എടുക്കണം. വേദന എന്തായിട്ട് എടുക്കണം? ഒരു ചേഞ്ച് ആയിട്ട് എടുക്കണം. വേദന എന്താണ്? ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകാൻ പോകുന്ന ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കൂ. ഇത് പറയും നസർക്കോ ബദലോ ബായ് നസാറേ ബദൽ ജായേങ്കെ. എന്താണ്? എന്ത് മാറും? നിങ്ങൾ വ്യൂ ചെയ്യുന്ന ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാല് എന്ത് മാറും? ഞാൻ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആശ്രമം കാണാം, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് ടോയ്ലറ്റ് കാണാം. ഞാൻ എവിടെ നോക്കണം? ഇങ്ങോട്ട് നോക്കണം അല്ലേ? ശരിയാണോ? അപ്പൊ ഏത് ഡയറക്ഷനാണോ നോക്കുന്നത് ആ ഡയറക്ഷൻ മാറ്റൂ. പിന്നെ സോച്ച് കോ ബദലോ ബായ്, എന്ത് വേണം? നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റൂ. സോച്ച് കോ ബദലോ, എന്ത് മാറും? സിതാരേ ബദൽ ജായെങ്കിടെ, നിങ്ങളുടെ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ സിതാര എന്താണ്? സ്റ്റാർസ്, നിങ്ങളുടെ മുകളിലുള്ള സ്റ്റാർ അല്ലെ? ഇതിൽ പറയുന്ന ഗ്രഹങ്ങൾ മാറുമെന്നാ പറയുന്നത്. നിങ്ങളുടെ ചിന്ത മാറ്റൂ. ഇപ്പൊ മംഗൾയാനും ചന്ദ്രയാനും ഒക്കെ വിട്ട ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരോടും പറഞ്ഞതാണ് സോച്ച് കോ ബദലോ ബായ്. എന്ത് മാറും? എന്ത് മാറും? നിങ്ങളുടെ സ്റ്റാർ തന്നെ മാറും അല്ലെ? എന്ത് മാറ്റിയാൽ മതി? ചിന്ത മാറ്റൂ. അപ്പൊ ചിന്തയെ എങ്ങനെ മാറ്റും? അത് ഒരേ ഒരു ടൂളേ ഉള്ളൂ, യോഗ. ചിന്തയെ മാറ്റാൻ പറ്റിയ ഒറ്റ ടൂള് യോഗ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൈക്കാട്രിയും ഇല്ല. സൈക്കാട്രിക്ക് ഫെയിൽ ആവും. കാരണം പറഞ്ഞാൽ കുറച്ച് മെഡിസിൻ ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ കുളമാവും അല്ലേ? സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വന്നത് കോഷ്ടിയോക്കോ ബദൽന നഹിച്ചായി. എന്ത് മാറ്റണ്ട? നിങ്ങളൊരു ബോട്ടിൽ യാത്രയാണ്. ബോട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ബോട്ടിനെ മാറ്റണ്ട. എന്ത് മാറ്റിയാൽ മതി? ദിശാക്കോ ബദലോ ബായ്, അതിന്റെ ഡയറക്ഷൻ മാറ്റുക. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ദിശാക്കോ ബദലോ ബായ്, എന്ത് മാറും? കിനാരെ ബദൽ ജായെങ്കി. എന്ത് മാറുന്നത്? കിനാരെ. കിനാരെ എന്ന് പറഞ്ഞാല് കിനാരെ ഏത് കരയിലേക്കാണ്, ഏത് തീരത്തേക്കാണ് നിങ്ങൾ പോകേണ്ടെന്ന് ഡെസ്റ്റിനി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ അതിന്റെ ദിശ മാറ്റൂ. ഈ ദിശയിൽ പോയാൽ രക്ഷയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ടോയ്ലറ്റ് ആണ് ആ ദിശയിൽ പോയാൽ കാണുന്നതെങ്കിൽ ഇങ്ങോട്ടൊക്കെ മാറ്റും, ആശ്രമത്തിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. നസർക്കോ ബദലോ നസാരെ ബദൽ ജായെങ്കി. രണ്ടാമത് എന്താണ്? സോച്ച് കോ ബദലോ ബായ്. അതാണ് ഇമ്പോർട്ടന്റ്. സോച്ച് കോ ബദലോ, നിങ്ങളുടെ ചിന്താ രീതിയെ മാറ്റൂ, ചിന്താ പദ്ധതിയെ മാറ്റൂ. സിതാരെ ബദൽ ജായെങ്കി. എല്ലാം മാറും. സ്റ്റാറിനെ അടക്കം നമുക്ക് മാറ്റാൻ പറ്റും. ആരുടെയെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ചിന്താ പദ്ധതി എന്നാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. മംഗൾയാനും ഇങ്ങനെയുള്ള യാൻസ് ഒക്കെ ഉണ്ടായത് അങ്ങനെയല്ലേ? ആണോ? ഏതൊരു സയന്റിസ്റ്റിന്റെ ഇതല്ലേ? അപ്പൊ രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു പഴയ ഒരു ഹിന്ദി പോയമാണ്. അതിൽ പറയുന്നത് തക്ദീർ ഹെ മഗർ കിസ്മത്ത് നഹി കുൽത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദി ടീച്ചറാണ്, ഹിന്ദി അറിയുന്ന ആളാണ്. തക്ദീർ ഹെ മഗർ കിസ്മത്ത് നഹി കുൽത്തി. എന്താണ് മീനിങ്? എനിക്ക് ഡിസയറുണ്ട്, ആഗ്രഹമുണ്ട്, എന്തുണ്ടാകുന്നില്ല, അതൊക്കെ അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാ? എന്തുകൊണ്ടാ? മഗർ കിസ്മത്ത് നഹി കുൽത്തി അല്ലേ? ഡെസ്റ്റിനിയിൽ എത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹമാണ്? താജ്മഹൽ ബനാന ചാകത്തെ. എന്താ ഉണ്ടാക്കേണ്ടത്? വലിയ താജ്മഹൽ ഉണ്ടാക്കണം. മഗർ താജ്മഹൽ ഉണ്ടാവണേ എന്ത് വേണം? ആര് വേണം? മുംതാസ് വേണം. മുംതാസ് ആണെന്നറിയോ? ആരെ? ഷാജഹാന്റെ വൈഫോ ലവറോ ആണ് അല്ലെ? മഗർ മുംതാസ് നഹി കിട്ടി. എനിക്കൊരു മുംതാസിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തുണ്ടാക്കായിരുന്നു? താജ്മഹൽ ഉണ്ടാക്കുക. എന്റെ ആഗ്രഹമാണ്. എനിക്ക് താജ്മഹൽ ഉണ്ടാക്കണം. അതിനെന്ത് വേണം? എന്നെ ഇൻസ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുംതാസ് വേണം. മുംതാസിനെ കിട്ടിയ കൊണ്ട് കാര്യം ഒതുങ്ങോ? ഇല്ല. അതിലാണ് യോഗ പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറയുന്നത്.
യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സാർ, രാവിലെ എണീക്കാൻ വയ്യ. നാളെ ആകട്ടെ സാർ, മറ്റന്നാൾ ആകട്ടെ സാർ, ഞാൻ നോക്കാം സാർ എന്ന് പറയും. അല്ലേ? 2 ദിവസം കഴിഞ്ഞ് സാർ ഇത്രയൊക്കെ മതി, ഞാൻ നമസ്കാരം വരെ ചെയ്യുന്നുണ്ട്, സൂര്യ നമസ്കാരം. അല്ലേ? ഇത് കഴിഞ്ഞാൽ എന്ത് യോഗ സാർ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിലരൊക്കെ വല്ലപ്പോഴും വരുന്നവരുണ്ട്. ഇല്ലേ? സമയയോഗ. അവരുടെ യോഗ എന്താണ്? സമയയോഗ. എന്ത് സമയം? അവരുടേതായ സമയം. അല്ലേ?